ഡെയർ ഡെവിൾ ഈസ് ബാക്ക്, സോ ഇസ് കിങ് പിൻ. സോ അങ്ങനെ നമ്മൾ നെറ്റ്ഫ്ലിക്സ് അഡാപ്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഡെയർ ഡെവിൾ തിരിച്ച് വന്നിരിക്കുകയാണ്. സോ ഇതിനിടയിൽ നമ്മൾ MCUവിൽ പലയിടത്തും ഡെയർ ഡെവിളിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കിങ് പിന്നെയും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു നെറ്റ്ഫ്ലിക്സ് അഡാപ്ഷനിൽ നമ്മൾ കണ്ട ആ ഒരു ഫിയർസി ഡെയർ ഡെവിൾ ആൻഡ് ആ ഒരു മൂഡി ഡെയർ ഡെവിൾ ഈസ് ബാക്ക്, സോ ഇസ് ദാറ്റ് കിങ് പിൻ. എനി ഹൗ നമ്മൾ ഹോക്കയിൽ കണ്ടിട്ടുണ്ടായിരുന്ന കിങ് പിന്നൊക്കെ പൂക്കളുള്ള ഷർട്ടിട്ട് അതെന്തുമായിരുന്നു, എനിക്ക് ആക്ച്വലി അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഡെയർ ഡെവിളിൽ നമ്മൾ കണ്ട ആ ഒരു കിങ് പിൻ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കിങ്ങനെ ചെറിയൊരു കിങ് പിൻ ആസ് കിങ് പിൻ. ബട്ട് ഷീ ഹൾക്കിലും നമ്മൾ ഡെയർ ഡെവിളെ കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് വി ഡിൻ സീ ദ ഫിയേഴ്സ് വെർഷൻ ഓഫ് ഡെയർ ഡെവിൾ ബിക്കോസ് ദറ്റ് സീരീസ് വാസ് ഇൻ ദ റേറ്റഡ് സീരീസ്. ആൻഡ് ഷീ ഹൾക്കിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഡെയർ ഡെവിളിനെ കുറിച്ച് പറയാനാണ്. സോ ഈ ഒരു വീഡിയോയിൽ ഒബ്വിയസ്ലി സ്പോയിലേഴ്സ് ഉണ്ടാവും. നിങ്ങൾ ഈ 2 എപ്പിസോഡ് ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ്റെ ആ 2 ഫസ്റ്റ് എപ്പിസോഡ്സ് കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുക, കാരണം മേജർ സ്പോയിലേഴ്സ് ഹെഡ്. ആൻഡ് എനി ഹൗ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു നെറ്റ്ഫ്ലിക്സ് അഡാപ്ഷൻ്റെ ആ ഒരു ഡെയർ ഡെവിൾ ഈസ് ബാക്ക്. സോ നമ്മളിൽ പലർക്കും ഡിഫറൻഷ്യേറ്റഡ് ഒപ്പീനിയൻസ് കാണും. കാരണം ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറേയധികം ഡിഫറൻഷ്യേറ്റഡ് ഒപ്പീനിയനുകൾ പോകുന്നുണ്ട്. അതായത് കുറേ പേര് ക്രിറ്റിസൈസ് ചെയ്ത് പറയുന്നത് കൊള്ളില്ല, കുറേ പേര് നല്ലതാണെന്ന് പറയുന്നു. എനി ഹൗ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സോ എനിക്ക് ഈ ഒരു 2 എപ്പിസോഡ് കണ്ടിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ ആ ഒരു നെറ്റ്ഫ്ലിക്സ് അഡാപ്ഷൻ്റെ ആ ഒരു ഡെയർ ഡെവിളിൻ്റെ ആ ഒരു പേസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം ആ ഒരു ലെവലിൽ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം ആ ഒരു നെറ്റ്ഫ്ലിക്സ് അഡാപ്ഷനിലെ ആ ഒരു ക്രൂ തന്നെയാണ് മേജർലി ഈ ഒരു ക്രൂ ബോൺ അഗെയിൻ എന്ന സീരീസിൻ്റെ ക്രൂ മെമ്പേഴ്സ്. പിന്നെ ഇതിൽ നമ്മൾ എടുത്ത് നോക്കേണ്ട വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ആ ഒരു മൂഡി ഡാർക്ക് തീം, ആ ഒരു അറ്റ്മോസ്ഫിയർ ഈ ഒരു സീരീസിൽ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ചാർലി കോക്സ് ഹാസ് ഡൺ മാഗ്നിഫിസൻ്റ്ലി വെരി ഗുഡ് ആസ് ഓൾവേസ്. പിന്നെ സീരീസിൻ്റെ പ്ലോട്ടിലോട്ട് പോവുകയാണെങ്കിൽ സ്പോയിലേഴ്സ് ഹേർട്ട്. സോ ഈ ഒരു പ്ലോട്ടിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സീസൺ 3 എവിടെയാണോ വിട്ടതോ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് കൊണ്ടുപോകുന്നത്. കാരണം ബുൾസെ എന്ന ആ ഒരു FBI ആ ഒരു ഓഫീസറിൻ്റെ ആ ഒരു ആക്ട് ഓഫ് വെഞ്ചൻസ്, അത് പുള്ളി ഫോഗിനെ കൊല്ലുന്നു. ഫോഗിനെ കൊന്നതിന് ശേഷം ആ ബാറിൽ ചില്ല് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഈ ഒരു കാര്യം പെട്ടെന്ന് നടക്കുകയാണ്. അപ്പോൾ ഇത് സെൻസ് ചെയ്യുന്ന അവിടെ എന്തോ ത്രെഡ് വരാൻ പോവുകയാണെന്ന് സെൻസ് ചെയ്യുന്ന മാറ്റ് മർഡോക്ക് അവിടെ നിന്ന് പോയി ഡെയർ ഡെവിൾ കോസ്റ്റ്യൂം ഇടുന്നു. അതിനുശേഷം അവിടെ വരുമ്പോൾ ഡെയർ ഡെവിൾ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫോഗി ഹാസ് ബീൻ ഷോട്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹാർട്ട് ബീറ്റും പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രെത്തിലുമാണ് ഫോക്കസ് ചെയ്യുന്നത് അവിടെ. ആൻഡ് എനിക്കിവിടെ വളരെയധികം OP ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഹൗ ഡെയർ ഡെവിൾ സീസ് ദ വേൾഡ്. അത് നമുക്ക് ഒരു ചെറിയ രീതിയിൽ ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ ആ ഒരു ബിഫോർ ദ ഇൻട്രോ സീനിൽ ആ ഒരു ഫോഗി ആ ഒരു ഫോൺ കോൾ വരുമ്പോൾ സംസാരിക്കുന്ന ആ ഒരു ടൈമിൽ അതിങ്ങനെ ഫോക്കസ്ഡ് ആവുകയാണ്. അതായത് ഹിസ് ഹിയറിങ് ഇസ് ബീൻ ഫോക്കസ്ഡ്. അതായത് അതൊരു ലെൻസിലൂടെ നമുക്ക് പൊർട്രേ ചെയ്ത് കാണിക്കുകയാണ് ഹൗ ഡെയർ ഡെവിൾ സീസ് ദ വേൾഡ് എന്ന്. അതെനിക്ക് വളരെയധികം മാഗ്നിഫിസൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഫൈറ്റ്, അതായത് ബുൾസെയും ഡെയർ ഡെവിളും തമ്മിലുള്ള ഒരു ഫൈറ്റ്, അതായത് ഇറ്റ് സ്റ്റാർട്ട്സ് ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ ആൻഡ് ഇറ്റ് ഈസ് എൻഡിങ് ഇൻ ദ ടെറസ്. അവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ നടക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ ആ ഒരു റഷും പിന്നെ ആ ഒരു എസ്തറ്റിക്സ് ഓഫ് ദാറ്റ് പ്ലേസ് പിന്നെ ആ ഒരു സ്മോക്കും അതൊക്കെ ഇങ്ങനെ കാണിച്ചിരുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു സീരീസിനെ അല്ലെങ്കിൽ ഒരു മൂവീനെ ഇഷ്ടപ്പെട്ട് കാണുന്ന ആൾക്ക് ആ ഒരു ആൻഡർലൈൻ റഷ് തോന്നിക്കുന്ന ഒരു സീനായിരുന്നത്. പിന്നീട് മുകളിലോട്ട് ചെന്നിട്ട് ആ ഒരു മൊമെൻറ്റിൽ ദ മൊമെൻറ്റ് ഓഫ് റിയലൈസേഷൻ ദാറ്റ് മാറ്റ് മർഡോക്ക് ഗെറ്റ്സ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ഈസ് നോ മോർ. അപ്പോൾ നമ്മൾ ഇതുവരെ ഡെയർ ഡെവിളിനെ കണ്ടിട്ടുണ്ടായിരുന്ന നോ കിൽ റൂൾ വെച്ചിട്ടായിരുന്നു. അതായത് ഫ്രം വെരി സീസൺ 1 എപ്പിസോഡ് 1 ടിൽ സീസൺ 3 ഫിനാലെ വരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് നോ കിൽ റൂൾ. എനി ഹൗ ആരെയും കൊല്ലില്ല എന്നുള്ളൊരു റൂളിലാണ് ഡെയർ ഡെവിൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് നോ മോർ ആ ഒരു ഫ്രസ്ട്രേഷനിൽ ബുൾസൈനെ അങ്ങോട്ട് കൊല്ലുന്ന ആ ഒരു ഇൻറ്റൻഷനിൽ തള്ളിവിടുകയാണ്. ആൻഡ് നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പണീഷർ അതായത് ഫ്രാങ്ക് ഡെയർ ഡെവിളിനോട് പറഞ്ഞിട്ടുണ്ട് യു ആർ ജസ്റ്റ് 1 day away from being me. ആൻഡ് he try to kill a guy. ബട്ട് ഇവിടെ നമുക്ക് വേറൊരു ലൂപ്പ് ഹോൾ എന്ന് പറഞ്ഞാൽ മേ ബി ഡെയർ ഡെവിൾ ഹാവ് ദ ചാൻസസ് ഓഫ് നോയിങ് ദാറ്റ് ബുൾസൈ ഈസ് ഹാവിങ് ആൻ ആഡമാൻഡിയം സ്കൾ. സോ കോമിക്സിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാരക്ടറിന് ഒരു സർജറിയിൽ ആഡമാൻഡിയം സ്കള്, അതായത് ഫുൾ സ്കെൽട്ടൺ ആഡമാൻഡിയമായിട്ട് റീപ്ലേസ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നെറ്റ്ഫ്ലിക്സ് സീരീസിൽ ആഡമാൻഡിയം ആണെന്ന് വെച്ചാൽ ഒരു സർജറി നടക്കുന്നുണ്ട്. പക്ഷേ അത് മെറ്റൽ ഏതാണെന്ന് എനിക്കറിയത്തില്ല. അത് തന്നെ എന്ന് വെച്ചാൽ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല. സോ ഇനി MCUവിൽ ഇപ്പം ആഡമാൻഡിയം ഉള്ളതുകൊണ്ട് ഈ ഹാസ് ആൻ ആഡമാൻഡിയം സ്കൾ എന്നുള്ളൊരു അവെയർനെസ്സിൽ ഡെയർ ഡെവിൾ ആളെ തള്ളി വിട്ടിരിക്കാം എന്നുള്ളൊരു ചാൻസസ് നോക്കുകയാണെങ്കിൽ
അതെല്ലാം ആലോചിച്ചിട്ട് ചെയ്യേണ്ട ആ ഒരു ടൈം ഇല്ലായിരുന്നു അവിടെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു ഇമോഷൻ, ഒരു ഫ്രസ്ട്രേഷനിൽ കൊല്ലണം എന്നുള്ള ഒരു ഇൻറ്റൻഷനിൽ തന്നെയാണ് തള്ളിവിട്ടിരിക്കുന്നത്. അപ്പോൾ ഡെയർഡെവിളിൻ്റെ ആ നോ കിൽ റൂളൊക്കെ എടുത്ത് കളഞ്ഞ് ആ ഒരു എന്താ പറയുക, ആ ഒരു പുള്ളിക്കാരൻ്റെ ആ ഒരു തിങ് എടുത്ത് കളഞ്ഞിരിക്കുകയാണ് എപ്പിസോഡ് 1 വെരി ഫസ്റ്റ് എപ്പിസോഡിൽ. പിന്നീട് സീരീസിലോട്ട് പോകുമ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലും പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വേ ഓഫ് ലൈഫ് ആഫ്റ്റർ ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഡെത്ത്, അത് കഴിഞ്ഞ് പിന്നീട് കാരനായിട്ടുള്ള ആ ഒരു എൻകൗണ്ടറും പിന്നെ കിങ് പിൻ്റെ തിരിച്ചു വരവും പിന്നെ വനസ്സ, അതെല്ലാം പിന്നെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പറയുന്നത്, ഇവിടെ എടുത്ത് പറയാൻ ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം സീരീസ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. ഇതിനകത്ത് മെയിൻ പീക്ക് സീൻസ് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ പ്ലോട്ടിലോട്ട് നോക്കുകയാണെങ്കിൽ കിങ് പിൻ സ്പൈഡർമാനെ ഒരിടത്ത് ഇങ്ങനെ റെഫർ ചെയ്തുകൊണ്ട് വി കാണ്ട് അലോ എ വിജിലാൻഡി റണ്ണിങ് ലൈക്ക് എ ഫ്രീക്ക് ഓൺ എ സ്പൈഡർമാൻ സൂട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഐ മീൻസ് സ്പൈഡേഴ്സ് സൂട്ട്. അപ്പം സ്പൈഡർമാൻ്റെ ആ ഒരു റെഫറൻസും എനിഹൗ ഇറ്റ്സ് ഇൻ ഒഫീഷ്യൽ MCU. ഇനിയിപ്പം ഇൻ ഫ്യൂച്ചറിൽ സ്പൈഡർമാനെ കാണിക്കാനുള്ള ചാൻസ് ഉണ്ടോ? വി ക്യാൻ വെയിറ്റ് ആൻഡ് വാച്ച്. എനിയാവും ഈ സീരീസിൽ പിന്നെ എടുത്ത് പറയേണ്ടത് സീസൺ 2 നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വൈറ്റ് ടൈഗർ എന്നൊരു ക്യാരക്ടർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സോ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ മാർവലിലെ ഫസ്റ്റ് ലാറ്റിനോ സൂപ്പർ ഹീറോ ആണ് വൈറ്റ് ടൈഗർ. സോ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷനും കാണിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഈ ഒരു വൈറ്റ് ടൈഗർ എന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ റോള് ചെയ്യുന്നുണ്ടാണ് ആക്ടർ ഈസ് നോ മോർ. അതിൻ്റെ പേര് കമാർ ഡി ലോസ് റെയ്സ് എന്നാണ്. സോ അദ്ദേഹം 2023 ഡിസംബറിൽ ഡ്യൂ ടു സം റീസൺസ് ഈസ് നോ മോർ. സോ ആ ഒരു ക്യാരക്ടറിന് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിലാണ് എപ്പിസോഡ് 2 എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. ആൻഡ് പിന്നീട് നമുക്ക് ഡെയർഡെവിൾ വിൽ ബി ബാക്ക് എന്നുള്ളൊരു ചെറിയ ഹിൻ്റ് എന്ന രീതിയിൽ നമുക്ക് ആ ഒരു എപ്പിസോഡിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കിങ് പിൻ ആയിട്ടുള്ള ആ ഒരു എൻകൗണ്ടർ മാറ്റ് മർഡോക്കിൻ്റേത്, ആൻഡ് അവർ രണ്ടുപേരും ആ ഒരു കോൺവെർസേഷനിൽ ലാസ്റ്റ് പറയുന്നുണ്ട് ഐ ഹോപ്പ് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ വെരി വെൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൺവെർസേഷൻ ഉണ്ടാകുകയാണ് അതിനുശേഷം. സോ കിങ് പിൻ ഈസ് സ്റ്റിൽ റൂത്ത്ലെസ്. അത് നമുക്ക് ഈ ഒരു സീരീസ് എപ്പിസോഡ് 2 തന്നെ മനസ്സിലാവും. കിങ് പിൻ ഈസ് ഓൾവേസ് ദ വില്ലൻ ആൻഡ് കിങ് പിൻ ഇസ് കിങ് പിൻ. പിന്നീട് ഇനി നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കേണ്ടത് വരാൻ പോകുന്ന 7 എപ്പിസോഡ്സാണ് സീസൺ 1. സോ എനിഹൗ ഈ 2 എപ്പിസോഡ്സ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. എനിഹൗ ഇത്രയും നേരം ഈ ഒരു വീഡിയോയുടെ എൻ്റെ റിവ്യൂ കേട്ടതിന് വളരെ നന്ദിയുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ. എനിഹൗ നിങ്ങൾ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.